അങ്ങനെ 2020 ലോകകപ്പിന്റെ ഫൈനലിൽ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. മത്സരം നടക്കുന്നത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലും. ഇന്ത്യയെ സംബന്ധിച്ച് അത്ര നല്ല ഓർമ്മകളല്ല നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ഉള്ളത്. 2023 ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ തോറ്റതും ഈ ടൂർണമെന്റിൽ തന്നെ സൂപ്പർ 8 മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ 76 റൺസിന് തോൽവി വഴങ്ങിയതും ഇതേ ഗ്രൗണ്ടിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ T20 മത്സരമാണ്, ഒരൊറ്റ ഓവർ മതി കാര്യങ്ങളൊക്കെ മാറി മറിയാൻ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ തന്നെ കണ്ടതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്രൗണ്ടിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ ന്യൂസിലൻഡ് ടീമിനെ അത്യാവശ്യം കരുതിയിരിക്കണം എന്നാണ് പറയാനുള്ളത്. ഫൈനൽ മത്സരത്തിലേക്ക് വന്നാൽ ടൂർണമെന്റിൽ സൗത്ത് ആഫ്രിക്കയോടും ഇംഗ്ലണ്ടിനോടും തോൽവി വഴങ്ങിയാണ് ന്യൂസിലൻഡ് ഫൈനലിൽ എത്തിയിരിക്കുന്നത്. ഇത് രണ്ടാം തവണയാണ് ന്യൂസിലൻഡ് 2020 ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. 2021 നടന്ന ടൂർണമെന്റിൽ ഓസ്ട്രേലിയ ആയിരുന്നു ന്യൂസിലൻഡിന്റെ ഫൈനലിലെ എതിരാളി. ആ മത്സരത്തിൽ തോൽക്കേണ്ടി വന്ന കിവികൾക്ക് ഇനി വരാനിരിക്കുന്ന ഫൈനലിൽ ആ കഥ ആവർത്തിക്കരുത് എന്ന ആഗ്രഹമുണ്ടാകും. അതുകൊണ്ട് മിച്ചൽ സാന്റനർ നേതൃത്വത്തിലുള്ള ന്യൂസിലൻഡ് ടീമിന്റെ ലക്ഷ്യം കപ്പ് ഉയർത്തുക എന്നത് മാത്രമാണ്. ലോകകപ്പിന് മുൻപ് ഇന്ത്യയിൽ 5 മത്സരങ്ങളുടെ ഒരു T20 പരമ്പര ന്യൂസിലൻഡുമായി നടന്നിരുന്നു. അതിൽ 4 മത്സരങ്ങളും ജയിച്ചത് ഇന്ത്യയാണ്. ഒരു മത്സരം മാത്രമാണ് ന്യൂസിലൻഡിന് ജയിക്കാനായത്. എന്നാൽ 2020 ലോകകപ്പിന്റെ ചരിത്രത്തിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. ഇരു ടീമുകളും ഇതുവരെ 3 തവണയാണ് പരസ്പരം ഏറ്റുമുട്ടിയിട്ടുള്ളത്. ആ 3 മത്സരങ്ങളും ജയിച്ചത് ന്യൂസിലൻഡാണ്. അതുതന്നെയാണ് അവരുടെ ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. മറുഭാഗത്ത് ഇന്ത്യയാണ് കപ്പ് ഉയർത്തുന്നതെങ്കിൽ അത് മറ്റൊരു ചരിത്രമായി മാറും. തുടർച്ചയായി രണ്ടാം തവണ 2020 ലോകകപ്പ് നേടുന്ന ടീം എന്ന നേട്ടം ഇന്ത്യക്ക് സ്വന്തമാക്കാം. ഇതുവരെ 3 തവണ 2020 ലോകകപ്പ് ഫൈനൽ കളിച്ചിട്ടുള്ള ഇന്ത്യ 2014 ശ്രീലങ്കയോട് പരാജയം നേരിട്ടിരുന്നു. ഫൈനലിൽ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ 2020 ലോകകപ്പുള്ള ടീമായി ഇന്ത്യ മാറും. സ്വന്തം മണ്ണിൽ നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ജയിച്ച് കപ്പ് ഉയർത്തുക എന്നൊരൊറ്റ ആഗ്രഹം മാത്രമായിരിക്കും സൂര്യകുമാർ യാദവിനുമുള്ളത്. അതുകൊണ്ട് ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ആരാധകരുടെ പ്രതീക്ഷ മുഴുവനും ഏറ്റുകൊണ്ടാണ് ഞായറാഴ്ച നടക്കുന്ന മത്സരത്തിൽ സൂര്യകുമാറും സംഘവും ഇറങ്ങുന്നത്. ആ മത്സരത്തിൽ ഒരു മികച്ച വിജയം തന്നെ നേടി വീണ്ടും ചരിത്രം തിരുത്തി കുറിക്കുകയായിരിക്കും ടീമിന്റെ ലക്ഷ്യമെന്ന കാര്യം സംശയമില്ല. ആ പോരാട്ടം കാണാനുള്ള ആവേശത്തിൽ തന്നെയാണ് ക്രിക്കറ്റ് ആരാധകരുമുള്ളത്. Under Day NRLM provides financial support to self-help groups and through Sent Nari Shakti to their members. Central to you since 1911.